ഹലോ, വെൽക്കം ടു ദ സ്റ്റുഡൻറ് ജേർണൽ അൺഎഡിറ്റഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് വിഷൻ ബോർഡ്, എങ്ങനെയാണ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വിഷൻ ബോർഡ് യൂസ് ചെയ്യേണ്ടത് എന്നാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് വിഷൻ ബോർഡ്? നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഡ്രീം ലൈഫ് യാഥാർത്ഥ്യമാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളാണ് വിഷൻ ബോർഡ്. നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെറ്റീരിയൽ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന പിക്ചേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് വിഷൻ ബോർഡിലുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വിഷൻ ബോർഡ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ദി പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് നമ്മളാകുന്നത്. നമ്മുടെ ലൈഫിൽ എന്ത് വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നു അത് റിയാലിറ്റി ആകും എന്നതാണ് മാനിഫെസ്റ്റേഷൻ. നമുക്ക് മാനിഫെസ്റ്റേഷൻ വേണ്ടിയിട്ട് പല പല ടെക്നിക്സ് യൂസ് ചെയ്യാം. അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. പ്ലാനേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലാനർ സ്പ്രെഡിൽ ഒരു വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ പേജ് നമുക്കുണ്ടാക്കി അവിടെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി ഡെസ്കിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ ഒരു ബോർഡ് പോലെ വാളിൽ നമുക്ക് ഹാങ് ചെയ്യാനും പറ്റും. അപ്പം ഏത് വേണമെന്നുള്ളത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചാണ്. ഞാൻ പ്ലാനർ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്ലാനറിലാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ഗോൾസിനെ ഓർഗനൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി വിഷ്വലൈസ് ചെയ്യുന്ന വഴി നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മുടെ ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. വളരെ ഫോക്കസ്ഡ് ആയിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ വളരെയധികം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ ഈ പിക്ചേഴ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് വിഷൻ ബോർഡെന്നും എങ്ങനെയാണ് വിഷൻ ബോർഡ് നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യാം. വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേക്ക് എ ലിസ്റ്റ്. നമ്മുടെ ഡ്രീം ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനൊരു ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗോൾസിനെ 9 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെൻ്റൽ, സ്പിരിച്വൽ, ഫിസിക്കൽ, ഫാമിലി, നോളജ്, കരിയർ, ട്രാവൽ, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ. അങ്ങനെ ഈ 9 ആസ്പെക്ട്സിൽ എൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിനെ കാണുന്നത്, അതൊക്കെ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഈ ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ എൻ്റെ വിഷൻ ബോർഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ, ഒന്ന് ഡെയിലി ലൈഫ് മാനിഫെസ്റ്റേഷൻ. ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡ്രീം ലൈഫിനെ കാണുന്നത്, എൻ്റെ ഡ്രീം ലൈഫിൽ ഞാൻ എങ്ങനെയായിരിക്കും, എൻ്റെ പ്രൊഫഷൻ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ട്രാവൽ ചെയ്യുന്നത്, എൻ്റെ വീട്, ഞാൻ ഓൺ ചെയ്യുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഡ്രീം ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാറ്റഗറി എൻ്റെ ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രസൻറ്റ് ലൈഫിനെയാണ് കാണുന്നത്. അതായത് ഈ ഡ്രീം ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം, ഈ ഡ്രീം ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി എടുക്കേണ്ട ആക്ഷനബിൾ സ്റ്റെപ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ്, നമ്മുടെ പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. പിക്ചേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിൽ വിഷൻ ബോർഡിൽ നിന്നൊരു ആൽബം ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ക്യാൻവയിൽ എൻ്റെ പ്ലാനറിൻ്റെ പേജിൻ്റെ സൈസ് അനുസരിച്ച് ഞാനൊരു പേജ് കസ്റ്റം ചെയ്തെടുത്തു. എന്നിട്ട് ഈ പിക്ചേഴ്സിനെ 2 കാറ്റഗറി ആയിട്ട്, അതായത് ഡെയിലി ലൈഫ് ആൻഡ് ഡ്രീം ലൈഫിനെ കാറ്റഗറി ആക്കി അതനുസരിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഡെയിലി ലൈഫിൻ്റെ ആണ്. അപ്പം ഇതിൽ ഞാൻ പിക്ചേഴ്സ് എല്ലാം എനിക്ക് എങ്ങനെയാണോ പേജിൽ വേണ്ട, പ്ലാനർ പേജിൽ വേണ്ട അതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സേവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാനർ പേജ് അനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്തെടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേജിൻ്റെ സൈസിനേക്കാളും കൂടുതലായി പോകും. ഇനി നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പ്ലാനറിലേക്ക് സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഈസി ആകും. നമ്മൾ വെറുതെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പേജിൻ്റെ സൈസായിട്ട് മാച്ച് ആവാതെ വരും.
അപ്പോൾ ഇതാണ് എൻ്റെ വിഷൻ ബോർഡ്. അപ്പം ഇത് ഞാൻ ഓവറോൾ കാണിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ എൻ്റെ വിഷൻ ബോർഡ് യൂസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇതേ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.